പുതിയ നീക്കവുമായി ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗമായി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം എന്ന പേരിൽ സംഘടന മുന്നോട്ട് വെക്കുന്നത് ഭീകരവാദ കേസുകളിൽ ഉൾപ്പെട്ട് ജയിലിൽ കഴിയുന്നവരെ ന്യായീകരിക്കാനും നിയമപരമായി സംരക്ഷിക്കാനുമുള്ള ശ്രമമാണെന്ന ആക്ഷേപം ശക്തമാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ നമുക്കൊപ്പം ചേരുകയാണ്. എന്നാലും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മനുഷ്യാവകാശ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞിട്ട് ഇത്തരം കേസുകളിൽപ്പെട്ട് ജയിലിൽ കഴിയുന്നവരെ മോചിപ്പിക്കാൻ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ക്യാമ്പയിൻ നടത്തുക, സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആളുകളെ ചില സെമിനാറുകൾ കൊണ്ടുവരിക, പ്രത്യേകിച്ചും റിട്ടയർഡ് ന്യായാധിപന്മാരെ അടക്കം റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ കൊണ്ടുവന്ന് സമൂഹത്തിനിടയിൽ ഇതൊക്കെ മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് വരുത്തി തീർത്ത് ഒരു പൊതുബോധമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത്. ഈ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്ന ആ സംഘടനയുടെ ലക്ഷ്യം എന്താണ്, അവരുടെ പ്രവർത്തന പദ്ധതി എന്താണ്? ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് മനുഷ്യാവകാശത്തിൻ്റെ പേരിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ. എന്തായാലും ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഇവർ പറയുന്നത് ഇതൊക്കെ കഥമനയിലാണ് എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ അനഘ? വിനോദ് രാഖി, ജമാഅത്ത് മതവർഗീയ സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗമാണ് ഈ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ്. കേവലം 2003 മാത്രമാണ് ഈ സംഘടനയ്ക്ക് ജമാഅത്തെ ഇസ്ലാമി രൂപം നൽകിയിരിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഗുരുതരാവസ്ഥയെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ ഇവർ മുന്നോട്ട് വെച്ചത് ഈ കേരളത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിലാണ് ഈ സംഘടന രൂപം കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ സംഘടന മുന്നോട്ട് വെക്കുന്നത് മനുഷ്യാവകാശ ലംഘനം നടക്കുന്നവർക്കൊപ്പം നിൽക്കുക എന്നുള്ളൊരു വലിയ ക്യാമ്പയിനാണ് ഈ സംഘടന ആദ്യഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതാണ് ഈ ചിലർ ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ അവർ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മനുഷ്യാവകാശ ലംഘനം എന്ന് ഇവർ സൂചിപ്പിക്കുന്നത് രാജ്യത്തെ വിവിധ ഭീകരവാദ കേസുകളിൽപ്പെട്ട് ജയിലറയ്ക്കുള്ളിലായിട്ടുള്ള ആളുകളെ പുറത്തെത്തിക്കാൻ, അതായത് ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു നരേഷനുണ്ട്. ഇത്തരത്തിൽ കേസുകളിൽ അകപ്പെടുന്നവർ നിരപരാധികളാണ് എന്നുള്ളൊരു നരേഷനാണ് ഇവർ പലപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി അവരെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു ക്യാമ്പയിനാണ് ഇവർ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് എറണാകുളത്ത് ഇപ്പോൾ ഒരു എക്സിബിഷൻ ഈ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഈ എക്സിബിഷനിൽ തന്നെ മദനയുടെ ചിത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള രാജ്യത്തെ ഈ ട്രെയിൻ ബോംബ് ആക്രമണ കേസിലെ ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ ഫോട്ടോ ഉണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള ആളുകളുടെ ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ട് അവരെ വീരപരിവേഷം നൽകാനുള്ള ഒരു ശ്രമം ഇവർ നടത്തുന്നുണ്ട് എന്നുള്ള ഗുരുതര ആരോപണമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനെതിരെ പുറത്തു വരുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം ഈ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം നടന്നിരുന്നു, ഒരു സമ്മേളനം നടന്നിരുന്നു. ഈ സമ്മേളനത്തിലാണ് ഈ ജമാഅത്തെ ഹിന്ദ് സെക്രട്ടറി ആയിട്ടുള്ള ഹാരിഫ് ഹാലി സാഹിബ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഈ രാജ്യത്തെ NIA എന്ന് പറയുന്നതൊക്കെ വെറും ഒരു കഥ എഴുത്തുകാരാണ്, അവർ ഓരോ ഇരകളെ കണ്ടെത്തുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജ്യത്തെ ഭരണഘടനാ സംവിധാനത്തെ, ഇത്തരത്തിലുള്ള NIA പോലുള്ള ഏജൻസികളെ അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട്, അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മതരാഷ്ട്രവാദികളായിട്ടുള്ള സംഘടന മുന്നോട്ട് വെക്കുന്ന ഒരാശയമുണ്ട്. ഈ രാജ്യത്തെ ഭരണഘടനാ സംവിധാനത്തെ, സൈന്യത്തെ ഉൾപ്പെടെയുള്ള ആളുകളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് അത് തകർത്തുകൊണ്ട് മുന്നോട്ട് വരിക എന്നുള്ളൊരു രഹസ്യ അജണ്ട ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ചിലർ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ NIA എന്ന് പറയുന്നത് വിശ്വാസ്യതയില്ലാത്ത സംഘടനയാണ്, വിശ്വാസ്യതയില്ലാത്ത ഏജൻസിയാണ് എന്ന് പറയുന്നു. അതിനിടയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ രാജ്യത്ത് നടന്നിട്ടുള്ള തീവ്രവാദ ആക്രമണങ്ങൾ എണ്ണി ഇദ്ദേഹം പറയുന്നു. അതിനുശേഷം ഈ ആക്രമണങ്ങളൊന്നും എല്ലാം നടത്തിയത് ഹിന്ദുത്വ തീവ്രവാദികളാണ് എന്നുള്ളൊരു പുതിയ നരേഷൻ കൂടി അതിനോടൊപ്പം ചേർത്ത് വെക്കുകയാണ്. അതായത് ഈ രാജ്യത്ത് നടന്നിരിക്കുന്ന 99% തീവ്രവാദ ആക്രമണങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്നത് ആരാണ്, ഏത് തീവ്രവാദ സംഘടനയാണ് എന്നുള്ളത് കൃത്യമായി ഈ അന്വേഷണ ഏജൻസികൾ പുറത്തു കൊണ്ടുവന്നത്. അങ്ങനെയുള്ള സത്യം ഒന്നായിരിക്കെ മറ്റൊന്ന് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ, അങ്ങനെ ഒരു പൊതുബോധം ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. മറ്റൊന്ന്, ഈ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിൽ ബിൻ ലാദൻ നിരപരാധിയാണ് എന്നൊക്കെയുള്ള പുതിയ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും
ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗമായിട്ടുള്ള സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഈ മനുഷ്യാവകാശ ലംഘനം എന്ന പേരിൽ അവർ ഈ ജയിലിൽ കഴിയുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളിൽപ്പെട്ട ആളുകൾക്ക് നൽകുന്ന പിന്തുണ, ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തണം. ഈ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തിൽ ഇടപെടണം എന്നുകൂടി ഒരു ആവശ്യം കൂടി ഉയരുന്നുണ്ട്. രാഖി, വിനോദ്. ശരി, എന്തായാലും വളരെ വ്യക്തമാണ്.